സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു യുവതി പകർത്തിയ വീഡിയോ ഒരാളുടെ ജീവനെടുത്തിരിക്കുന്നു. സൈബർ ഇടങ്ങളിലെ വിചാരണകൾ കാരണം അവസാനിച്ചത് ഒരു മനുഷ്യന്റെ ജീവിതമായിരുന്നു. നിങ്ങൾക്കെതിരെ ഒരു ശാരീരിക ആക്രമണം അല്ലെങ്കിൽ ഒരു കടന്നുകയറ്റം ഉണ്ടായാൽ അത് വീഡിയോയിൽ പകർത്തുന്നത് ഒരിക്കലും തെറ്റല്ല. എന്നാൽ അത് നിയമപരമായി നിങ്ങൾ നീങ്ങുമ്പോൾ ആവശ്യമായി വരുന്നൊരു തെളിവ് എന്ന നിലയിലാണ് കൈകാര്യം ചെയ്യേണ്ടത്. മോശമായ പെരുമാറ്റത്തിന് നിങ്ങൾക്ക് പോലീസിൽ പരാതിപ്പെടാം. അവിടെ ഈ വീഡിയോ നിങ്ങൾക്ക് തെളിവായി ഹാജരാക്കാം. എന്നിട്ടും നീതി നിഷേധിക്കപ്പെട്ടാൽ അത് പൊതുജനങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് തുറന്നു കാണിക്കാം. പക്ഷേ ഇത്തരം വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഒരാളെ പരസ്യമായി വിചാരണ ചെയ്യുന്നതിന് മുൻപ് ചിന്തിക്കേണ്ട കാര്യമാണ്. നിയമം കയ്യിലെടുക്കാനും ഒരാളെ പരസ്യമായി അവമാനിക്കാനും ആർക്കും അവകാശമില്ല എന്ന കാര്യം. തിരക്കുള്ള ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അറിയാതെയോ അല്ലാതെയോ ഒരു സ്പർശനം ഉണ്ടായെങ്കിൽ അത് നിയമപരമായി നേരിടാൻ ഇവിടെ പോലീസും കോടതിയുമുണ്ട്. ആ വഴിക്ക് തന്നെയാണ് നീങ്ങേണ്ടത്. ആ ചെറുപ്പക്കാരന്റെ ഭാഗം കേൾക്കുന്നതിന് മുന്നേ സമൂഹത്തിന് മുന്നിൽ മാനം കെടുത്തുക എന്ന പ്രവൃത്തി ഒട്ടും ശരിയല്ല. നീതി നടപ്പിലാക്കേണ്ടത് നിയമ സംവിധാനത്തിലൂടെയാണ്, കോടതികളിലാണ്. സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾക്കും ഷെയറുകൾക്കും വേണ്ടി ഇത്തരം പരസ്യ വിചാരണകൾ നടത്തരുത്. കണ്ടന്റ് ക്രിയേറ്ററായ യുവതിയുടെ 18 സെക്കൻഡ് ദൈർഘ്യമുള്ള വൈറൽ വീഡിയോയുടെ പേരിൽ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിക്കെതിരെ നിയമ നടപടിക്ക് തയ്യാറെടുക്കുകയാണ് കുടുംബം. മരിച്ച ദീപകിന് നീതി കിട്ടാനായി ഏതറ്റം വരെയും പോകുമെന്ന് കുടുംബവും സുഹൃത്തുക്കളും പറയുന്നു. സോഷ്യൽ മീഡിയയിലൂടെ യുവതി ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിന് പിന്നാലെ ദീപക് വലിയ മാനസിക വിഷമത്തിലായിരുന്നുവെന്നും ഇതാണ് ജീവൻ ഒടുക്കുന്നതിലേക്ക് നയിച്ചതെന്നും ദീപകിന്റെ ബന്ധുക്കളും കൂട്ടുകാരും പറയുന്നു. ഈ യുവതി ചിത്രീകരിച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിന് പിന്നാലെയാണ് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയത്. ഞായറാഴ്ച രാവിലെ ഗോവിന്ദപുരത്തെ വീട്ടിൽ ദീപകിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വെള്ളിയാഴ്ച കണ്ണൂരിലേക്കുള്ള യാത്രക്കിടെ തിരക്കുള്ള ബസ്സിൽ വെച്ച് ദീപക് തന്നോട് അപമര്യാദയായി പെരുമാറി എന്നായിരുന്നു യുവതിയുടെ പരാതി. ബസ്സിനുള്ളിൽ വെച്ച് ചിത്രീകരിച്ച ആ വീഡിയോ യുവതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ അത് വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ദീപക് അടുത്ത മാനസിക സംഘർഷത്തിലായതെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. അതേസമയം ദീപക് രക്തദാനം കഴിഞ്ഞ് മടങ്ങുന്നതിന്റെ ഇടയിലാണ് ബസ്സിൽ വെച്ച് ഈ സംഭവം ഉണ്ടായതെന്നും പറയപ്പെടുന്നു. സംഭവത്തിൽ യുവതിക്കെതിരെ പ്രേരണാകുറ്റം ചുമത്തണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഈശ്വർ DGPക്ക് ഒരു പരാതിയും നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ സ്ത്രീപക്ഷവാദിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. അയാൾ മോശമായി പെരുമാറിയെന്ന് ഈ സ്ത്രീക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ വീഡിയോ എടുക്കാൻ കാണിച്ച ധൈര്യം അയാൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാനും കൂടി കാണിക്കണമായിരുന്നു. ഒരാൾ നമുക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ പെരുമാറുമ്പോൾ, ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ നമ്മുടെ ഭാവത്തിൽ, പെരുമാറ്റത്തിൽ അത് പ്രകടമാകും. പക്ഷേ ഈ വീഡിയോയിൽ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ വീഡിയോ എടുക്കുന്ന സ്ത്രീ എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്? ഇതാണ് ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നത്. ആ പെണ്ണിനും അവരുടെ വീഡിയോ കണ്ട ഉടനെ താഴെ വന്ന് അയാളെ തെളിവിച്ചവരും അയാളുടെ മരണത്തിന് ഒരേപോലെ ഉത്തരവാദികളാണ്. കാളപെറ്റു എന്ന് കേൾക്കും മുമ്പ് കയറെടുക്കുന്നത് സമൂഹ മാധ്യമത്തിൽ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ്. വൈറൽ ആവാൻ വേണ്ടി എന്ത് നെറിയേടും കാണിക്കുന്ന ചില മനുഷ്യരുടെ കൂട്ടത്തിൽ ചില സമൂഹ മാധ്യമങ്ങളുമുണ്ട്. വ്യക്തമായ ചോദ്യമില്ലാതെ അയാൾക്ക് പറയാനുള്ളത് കേൾക്കാൻ അവസരം നൽകാതെ നിശബ്ദമായി ഒരു ജീവൻ പോയി എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. ഒരുപാട് പുരുഷന്മാർ നമ്മുടെ നാട്ടിൽ വ്യാജ പീഡനക്കേസിൽപ്പെട്ട് മാനഹാനി കാരണം ജീവൻ ഒടുക്കിയിട്ടുണ്ട്. അവരുടെ കാര്യങ്ങൾ കേൾക്കാനോ സത്യാവസ്ഥ അറിയാനോ ആരും ശ്രമിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. മാധ്യമങ്ങൾ ഇവരുടെ പരാതി കാര്യമായിട്ട് എടുക്കില്ല. പോലീസിലും ഏറെക്കുറെ സമാനമായ അവസ്ഥയാണുള്ളത്. സ്ത്രീകൾക്കെതിരെയുള്ള പരാതികൾ എടുക്കാൻ പൊതുവെ ശുഷ്കാന്തി കുറവാണ്. ഈ സോഷ്യൽ മീഡിയ എന്നത് ഒരു ഇരുതല മൂർച്ചയുള്ള ആയുധമാണ്. ഒരാളുടെ ജീവിതം തകർക്കാൻ ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു ആയുധമാണത്. സെക്കൻഡുകളുടെ കാഴ്ചയിൽ ഒരു വലിയ ജനക്കൂട്ടം ഒരാൾക്കെതിരായി മാറും. അതിനെ പ്രതിരോധിച്ച് നിൽക്കുക എന്നത് കുറച്ച് കഠിനമായ കാര്യമാണ്. ദീപകിന് ഇല്ലാതെ പോയതും ആ മനക്കെട്ടിയാണ്.